കാക്കയഞ്ചാൽ ഹിൽ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ആശാരിപറമ്പിൽ സേവ്യറിൻ്റെ ഭവനത്തിൽ വെച്ച് നടന്നു. ഗുജറാത്ത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി. ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷം പിന്നിട്ട അസോസിയേഷൻ അംഗങ്ങളായ ജോസ് അന്നമ്മ വെച്ചുകുന്നേൽ, ബേബി വത്സമ്മ കട്ടക്കയം എന്നീ ദമ്പതികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. 50 വർഷത്തെ ജീവിതാനുഭവങ്ങൾ അംഗങ്ങൾക്ക് മുമ്പിൽ ഇവർ പങ്കുവച്ചു. ഇത് പുതുതലമുറയ്ക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമായി. അസോസിയേഷൻ പ്രസിഡന്റ് സേവ്യർ ആശാരിപറമ്പിൽ, സെക്രട്ടറി അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ, ട്രഷറർ VR സുനിൽ, ഡോമിന ജോസഫ്, രമ്യ പ്രമോദ്, സണ്ണി തെക്കേമറ്റം, കണ്ണൻ കാട്ടൂർ, ബേബി കാക്കനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ മാസവും നമ്മൾ അവസാനത്തെ ശനിയാഴ്ച ഈ അസോസിയേഷൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് നമ്മുടെ അംഗങ്ങളുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസത്തെ ജനറൽ ബോഡി യോഗം, അതായത് ജൂൺ 2025 ജനറൽ ബോഡി യോഗം പ്രിയപ്പെട്ട പ്രസിഡന്റിൻ്റെ വീട്ടിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിക്കുകയും നമ്മളെല്ലാവരും ഒത്തുചേരുകയും ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ഈ അസോസിയേഷനിൽ പെടുന്ന 2 മെമ്പേഴ്സ് അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അവരോടുള്ള ആദരവ് സൂചകമായി നമ്മൾ അവരെ പ്രത്യേകമായിട്ട് ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഇതോടനുബന്ധിച്ച് നടത്തുന്നതാണ്. കഴിഞ്ഞ ഏതാണ്ട് 2-2.5 വർഷത്തിലധികമായി നമ്മുടെ പ്രദേശത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അസോസിയേഷനാണ് കാക്കയഞ്ചാൽ ഹിൽസ് റെസിഡൻസ് അസോസിയേഷൻ. മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് നടത്താൻ സാധിച്ചത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ടും മാത്രമാണ്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതുപോലെ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മുന്നോട്ട് നമ്മളെ നയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട് പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ സേവ്യർ ആശാരിപറമ്പിൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ ഈ യോഗത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഞാൻ വളരെ സന്തോഷത്തോടെയും നിറഞ്ഞ ചിരിയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാ പ്രാവശ്യവും ആൾക്കാരുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ഏകദേശം ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ വന്ന് ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ കാണിച്ച സന്മനസ്സിന് എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മളിന്ന് എല്ലാ ശനിയാഴ്ചയും എല്ലാ മാസത്തിലെ ലാസ്റ്റ് ശനിയാഴ്ച എല്ലാ മാസവും ചെയ്യുന്ന പോലെ തന്നെയുള്ള മീറ്റിംഗാണ്. എന്നാലും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ട് പേരെയും അവരുടെ ഭാര്യമാരെയും നമ്മൾ ഇന്ന് മാന്യ വ്യക്തികൾ 4 പേരെയും ഞാൻ പ്രത്യേകമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ 50 വർഷത്തെ വിവാഹ ജീവിതത്തിൻ്റെ ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി ഇപ്പം കാണാൻ കിട്ടുള്ളൂ. കാരണം ഈ 50 വർഷം കഴിഞ്ഞവരെ കാണാനില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഉള്ളതെന്നും ഞങ്ങളുടെ അസോസിയേഷനിലാണോ ഉള്ളതെന്നും പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ആ നല്ല സമ്പത്പൂർണമായ ആ 50 വർഷത്തേക്ക് പൂർത്തിയാക്കുന്നതിൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനവും ഞാൻ സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഇവർക്ക് നൽകുന്നു. നമ്മുടെ പങ്കെടുപ്പിക്കണം എല്ലാവരും. കാരണം ഇത് ഒരാൾ വിചാരിച്ചാൽ കണ്ടില്ല. ഞാനിന്ന് 20 പേരെ 30 പേരെ കണ്ട് ഫോൺ വിളിച്ചു. ഞാൻ വിളിക്കുമ്പോൾ പറയും ജിജി വിളിച്ചിട്ടുണ്ടായിരുന്നു, ജിജിയും വിളിച്ചു, ജിജി അങ്ങനെ. പക്ഷേ എന്നാലും ഞാൻ വിളിച്ചവരിൽ ഒരു 7-8 പേര് ഇനിയും വന്നിട്ടില്ല. അതൊരു സങ്കടമാണ്. എന്നാലും ഇത്രയും പങ്കാളിത്തം ഉണ്ടായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് എന്ന് എല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട്. പണ്ടുകാലത്തൊക്കെ ഇങ്ങനെ ഒരംഗീകാരം സമൂഹത്തിൽ നിന്ന് വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അംഗീകാരം നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി അതിനെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെ അത് നല്ല കാര്യമാണ്, നല്ല രീതിയായിരുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമാണ്. അപ്പോൾ ഈ കാക്കയഞ്ചാൽ റെസിഡൻസ് അസോസിയേഷൻ നമ്മളിന്ന് ഈ നമ്മുടെ കുടുംബത്തിലുള്ള ഈ 2 കുടുംബാംഗങ്ങളെ വിളിച്ചു ചേർത്ത് ഈ 50 വർഷം പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ അവരെ അഭിനന്ദിക്കും. മറ്റു ഭാരവാഹികൾ ആൻഡ് പ്രിയർ മെമ്പേഴ്സ്, ഇന്ന് ഈ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് ഉള്ള അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ആദ്യം തൊട്ടേ ഇതിൻ്റെ ഫോർമേഷൻ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെ
ആക്റ്റീവായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലാത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു ഇങ്ങനെയൊരു അസോസിയേഷൻ ഫോം ചെയ്തതിൽ, അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തതിലും, ഇങ്ങനെ ഒരു അസോസിയേഷൻ ഫോം ചെയ്ത് അതിന് രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോയി. ഏകദേശം 2 വർഷത്തോളമായിരുന്നു അല്ലേ? 2 വർഷമായി. അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വളരെ നന്നായിട്ട് പോകുന്നതായിട്ട് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 13 തീയതി ചെറുപുഴ കാക്കാഞ്ചാലി പള്ളിയിൽ ഞാൻ വിവാഹത്തിനായി എൻ്റെ ഭാര്യ പാടിച്ചാൽ പെരുമ്പിളിലെ മത്തായി എന്ന് പറയുന്ന ആളുടെ ഇളയ മകളാണ്. ഞങ്ങളെ 1 വർഷം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മൂത്ത കുട്ടിയുണ്ടായി. പിന്നെ അടുത്തടുത്ത 5-8 പേരെ ഞങ്ങൾക്കുണ്ടായി. അവരെല്ലാം ഓരോ തുറകളിലായി. അവരെല്ലാം ഓരോ ജോലിയും കാര്യങ്ങളുമായിട്ട് പോയി. ഇപ്പം യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് വയസ്സ് 50 ആവുന്നു. പുള്ളിക്കാരത്തി 74 ആവുന്നു. ഇല്ലാതെ മക്കളെല്ലാം നല്ല ഇതായിട്ട് പോകുന്നു. ഞങ്ങളും പോകുന്നു. പ്രയാസങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് പിന്നെ കുടുംബജീവിതമല്ലേ, ചിലപ്പം പരിചാർച്ചകളോ വല്ലതുമൊക്കെ ഉണ്ടാകാം. എങ്കിലും അത് കൂടുതലായിട്ടൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. വലിയ ആരോഗ്യത്തിനും പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് 74 വയസ്സായി. ഞാൻ പാടിച്ചാൽ പെരുമ്പള്ളിയിലെ മത്തായി ത്രസ്യാവരുടെ മകളാണ്. എന്നെ 20-ാമത്തെ വയസ്സിൽ ഈ പുള്ളിക്കാരൻ ചെറുപുഴയായിരുന്നു. ചെറുപുഴ ഞങ്ങൾ പാടിച്ചാലിൽ 20-ാമത്തെ വയസ്സിൽ 20-ാമത്തെ വയസ്സിൽ എനിക്ക് 20. അവിടുന്ന് പിന്നെ അങ്ങോട്ട് കല്യാണം ഇവിടെ ഈ പള്ളി വെച്ച് തന്നെ നടത്തി. അവിടുന്ന് പിന്നെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പിന്നെ കുടുംബജീവിതം ആയി. ഞങ്ങൾക്ക് 8 മക്കളും ഉണ്ടായി. എല്ലാവരെയും പഠിപ്പിച്ചു. എല്ലാവരും ഓരോ തുറകളിലെത്തി. ഇപ്പം ഞങ്ങൾ തന്നെ ഇങ്ങനെ ഇവിടെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഈ സ്നേഹവും വാത്സല്യവും ഇങ്ങനത്തെ സഹകരണമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. പിള്ളേരാരും ഇട്ടേച്ച് പോയതല്ല, എല്ലാവരും ഉണ്ട് ഇവിടെ അടുത്തൊക്കെ. സുഖവും ദുഃഖവുമായിട്ട് കുടുംബജീവിതത്തിൽ സുഖമുണ്ട്, അതുപോലെ ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാം തരണം ചെയ്ത് ഞങ്ങൾ ഇത്രയും മുന്നോട്ട് പോകുന്നു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങളുടെ 2 ടീമുകളുടെ, അതായത് എൻ്റെയും ജോസിൻ്റെയും ഞങ്ങളുടെ 2 പേരുടെയും വിവാഹ വാർഷികം 50 കഴിഞ്ഞ് കേട്ടപ്പോൾ നിങ്ങളിങ്ങനെ ഞങ്ങളെ ഇവിടെ ഒന്ന് വിളിച്ചു കൂട്ടാനും ഞങ്ങളെ ഒന്ന് ആദരിക്കാനും ബഹുമാനിക്കാനും സന്ദർഭം ഒരുക്കുന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ സാധാരണ മുൻ മീറ്റിങ്ങുകളിൽ ഇവിടെ കൂടുക എന്ന് പറഞ്ഞാൽ സാധാരണ ഏത് വീട്ടിലാണെങ്കിലും 8-10 പേരാണ് കൂടാറുള്ളത്. ഇന്നിപ്പോൾ ഒരു 25 പേരോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ തന്നെ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വിവാഹ ജീവിതത്തെപ്പറ്റി പറഞ്ഞാൽ 50 വർഷം പൂർത്തിയായി. കഴിഞ്ഞ ജൂൺ 9-ാം തീയതിയായിരുന്നു ഡേറ്റ്. അന്ന് ചെറിയൊരു രീതിയിൽ ആഘോഷം നടത്തി. എല്ലാവരെയും ഒന്ന് വിളിക്കാൻ സൗകര്യക്കുറവുണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം പാലുകൾ ഇവരെ 3 പേരെ ക്ഷണിച്ചു. ബാക്കിയുള്ളവരൊന്നും വിളിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ചടങ്ങ് നടന്നു. പിന്നെ ഞങ്ങൾക്ക് 75-ൽ ഞങ്ങളുടെ വിവാഹം നടന്നു. 1 വർഷം കഴിഞ്ഞ് മൂത്ത മകനുണ്ടായി. അതിനുശേഷം 3 വർഷം കഴിഞ്ഞ് 2ാമത്തെ മകനുണ്ടായി. 2 പേരും, ഒരാൾ അധ്യാപക വൃത്തിയിലും ഒരാളൊരു വൈദികനായിട്ട് സേവനം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ മക്കളുടെ സന്തോഷവും ഞങ്ങളുടെ പെരുമാറ്റമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാറുള്ളത്. നല്ല രീതിയിൽ അവർ ഞങ്ങളെ കാണുന്നു, നോക്കുന്നു, പ്രവർത്തിക്കുന്നു. ഞങ്ങളും അതുപോലെ തന്നെ. കൊച്ചുമക്കൾ 4 പേരുണ്ട്. അവരും അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും കാണുകയും ചെയ്യുന്നു. അതെല്ലാമാണ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ 50-ഉം 75-ഉം ഒക്കെ ആഘോഷിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിക്കും. സഹോദരങ്ങളെ, ഇത്രയും നല്ല ഒരു ആഘോഷത്തിൽ ഞങ്ങളെ പങ്കുചേരാൻ വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എത്രത്തോളം നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതിലുപരി ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കൊണ്ടിലായിരിക്കുന്നത്. ഈ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഞങ്ങളുടെ അയൽക്കാരോടും ഞങ്ങളുടെ ഈ അസോസിയേഷനിൽപ്പെട്ട മക്കളോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞങ്ങളെ ആദരിക്കാനും ഞങ്ങളെ സ്നേഹിക്കാനും ഇവിടെ വിളിച്ചു കൂട്ടുന്നവർ നന്ദി പറയുന്നു. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നോട്ടുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനും എല്ലായ്പ്പോഴും നന്ദി. നമസ്കാരം. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നുണ്ട്. ഒരു നല്ല ശ്ലോകം പറഞ്ഞൊരു പാട് ഗാനം, ഇതൊന്നുമല്ല.
പുതുതായി വിരിഞ്ഞ പൂക്കളെ അഭിനന്ദനാഞ്ജലി ദിവ്യതീർത്ഥ ശാന്തവാടിയിൽ പ്രഭയോടു ചേർക്കണേ. നല്ലൊരു കുടുംബനാഥനാ നല്ലൊരു നാഥയാ മലരേറുമീ മണ്ണിലീ കഥ പ്രതിരൂപമാക്കിടൂ പ്രതിരൂപമാക്കിടൂ. ആഘോഷിക്കുന്ന ചാച്ചനും 2 ചാച്ചനും അമ്മച്ചിമാർക്കും എൻ്റെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പിന്നെ അങ്ങനെയൊന്നും ജീവിതത്തിന് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് ഏതായാലും നമുക്കെല്ലാം അറിയുന്നത് നമ്മൾ എവിടുന്ന പുതിയ പുസ്തകത്തിൽ നിന്ന് ഇല്ല മറ്റുള്ളവരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ പഠിക്കുന്നത് അത് ഇവരുടെ അനുഭവത്തിൽ നിന്നാട്ടെ കുടുംബത്തിൽ സന്തോഷമുണ്ട്. ഏതായാലും ഇത്രയും കാലം വന്നു, ഇനിയും നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അറിയത്തില്ല, പാട്ടാണെങ്കിലും ഒക്കെ ആയിരുന്നു. എന്നാൽ ഞങ്ങൾ മാറ്റിക്കൊള്ളാം. ടീച്ചർ പാട്ട് പാടിയാണ്. പ്രിയപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളെ, ഇന്ന ദിവസം ഇങ്ങനെയൊരു കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് ഇവർ തന്നിരുന്നു. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവർ നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 50 വർഷത്തിൽ താഴെയുള്ളവരാണ്. അപ്പം നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു മാതൃകാപരമായ ഒരു ജീവിതം മുന്നോട്ടേക്ക് ഇനിയും നിങ്ങൾക്ക് പോകാനുള്ള വിഷ്ണു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്ന ചാച്ചനും 2 ചാച്ചനും അമ്മച്ചിമാർക്കും എൻ്റെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കഴിഞ്ഞ 30 വർഷമായി രുചിയുടെ ലോകത്ത് പെരുമ തീർത്ത് ഹോട്ടൽ ഗ്രീൻ പാർക്കിന്റെ വിശാലമായ ഫാമിലി റെസ്റ്റോറന്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാവിൽ രുചിയുടെ വൈഭവം തീർത്ത് ചെറുപുഴ മണ്ണിൽ കുടുംബസമേതം ആഘോഷങ്ങളെ അനശ്വരമാക്കാൻ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് ചെറുപുഴ കാക്കയൻചാൽ. ഞങ്ങളുടെ പ്രത്യേകതകളും രുചികരമായ ഭക്ഷണത്തിന് പുറമെ നിലവാരമുള്ള സർവീസ്, വിശാലമായ പാർക്കിംഗ് സൗകര്യം, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മിനി ഓഡിറ്റോറിയം, ഫാസ്റ്റ് ഫുഡ്, നോൺ വെജ് ഐറ്റംസ് കൂടാതെ നിങ്ങളുടെ ഇഷ്ടവിഭവങ്ങളും ആനന്ദത്തോടെ ആസ്വദിച്ച് കഴിക്കാൻ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് ചെറുപുഴ കാക്കയൻചാൽ. ഹോട്ടൽ ഗ്രീൻ പാർക്ക് എ കോംപ്ലക്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് കാക്കയൻചാൽ. ഫോൺ 04985 ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് ചെറുപുഴ കാക്കയൻചാൽ.